100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും വൈറ്റമിൻ ഡി നല്ലോണം ഡെഫിഷ്യന്റ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് നമ്മൾ അവെയർ ആവാത്ത കുറച്ച് കാര്യമുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നേക്കാളും മുന്നേ ബോഡി ചില സിംറ്റംസ് കാണിക്കും. അതാണ് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് മാറും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലോ കീയിലായിരിക്കും, എനർജി ഇല്ലായ്മ, ക്ഷീണം, എപ്പോഴും ഒരു ഉറക്കം, ഫെറ്റീക് നേച്ചർ ആയിരിക്കും. ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ പറയും എക്സസൈസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ജോലിന്റെ സ്ട്രെസ് കാരണം കൊണ്ട്, ചിലപ്പോൾ ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും ഈ വൈറ്റമിൻ ഡിന്റെ ലെവൽ കുറയുന്നതും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് എനർജി ലെവൽ ഭയങ്കരമായിട്ട് ഡിപ്ലീസ്ഡ് ആയിട്ട് തോന്നും. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ തലകുത്തി മാറിയിട്ട് കാര്യമൊന്നുമില്ല, ആദ്യം അത് ലെവലിലോട്ടൊന്ന് കൊണ്ടുവരാൻ നോക്കുക. അതിനോടൊപ്പം തന്നെ വാട്ടർ ഇൻടേക്ക് ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി ലെവലിൽ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുക. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ദി ടാബ്ലറ്റ്സ് എങ്ങനെ അത് സോഴ്സ് ചെയ്യാമെന്നേക്കാളും കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും, നമ്മുടെ വർക്ക് ടൈമിനേക്കാളും കൂടുതൽ കുറച്ച് നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിലേക്കും ഒന്ന് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ സിന്തറ്റിക് ഡ്രഗ്സ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. വേണം, ഡെഫിനറ്റ്ലി കുറവുള്ള ആൾക്കാർ അത് തന്നെ ചെയ്യണം. പക്ഷെ അത് മാത്രം പോരാ, ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യുക, വിച്ച് ഇസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, വാട്ടർ ഇൻടേക്ക്, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, സ്ലീപ്പ് പ്രോപ്പർ ആക്കുക. ഇതൊക്കെ ഒന്ന് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി ഓൺ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ പറ്റും.